അപ്പോൾ ഇന്ത്യ സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിർണായകമായ എൻഡിഎ യോഗം ഇന്ന് ഡൽഹിയിൽ. എൻഡിഎ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 12 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേക യോഗം ചേരുന്നു. ആ യോഗത്തിൽ ഈ ആളുകളെ അഡ്രസ് ചെയ്യുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഹാഷ്മി. ഈ ഒരു യോഗത്തിന്റെ പ്രധാന അജണ്ട എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷമായി നടപ്പാക്കിയിരിക്കുന്ന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ കൂടുതൽ പ്രചരണം ശക്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ രാജ്യം നിലവിൽ നേരിടുന്ന വെല്ലുവിളികൾ അത് എങ്ങനെ നേരിടണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. വൈകിട്ട് 3 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഭാരത് മണ്ഡപിൽ ഈ യോഗം ചേരുന്നത്. ഇതിൽ BJP ഭരിക്കുന്ന 17 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമായി 22 നേതാക്കളായിരിക്കും പങ്കെടുക്കുക. ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും BJP അധ്യക്ഷൻ നിതിൻ നബിനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ കാലം രാജ്യത്ത് തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട് ഭരിക്കുന്ന പ്രധാനമന്ത്രി എന്ന റെക്കോർഡിലേക്ക് ഇന്ന് മറികടക്കുകയാണ്. ഇതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്രമേയം ഈ യോഗത്തിൽ അവതരിപ്പിച്ച് പാസാക്കും. കൂടാതെ ഭരണ നേട്ടങ്ങളുടെ പേരിലും അദ്ദേഹത്തെ അഭിനന്ദിക്കും. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ബംഗാളിലും അസമിലും ഉണ്ടായ വലിയ വിജയത്തിന് ശേഷം ആദ്യം നടക്കുന്ന യോഗം കൂടിയാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലുള്ള അഭിനന്ദന പ്രമേയവും ഈ യോഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. കൂടാതെ വികസിത് ഭാരത് സങ്കല്പത്തിലേക്ക് എത്തുന്നതിനായി സ്വീകരിക്കേണ്ട നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വിലക്കയറ്റം അടക്കം രാജ്യം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം രാജ്യത്ത് നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. കൂടാതെ പുതിയ വെല്ലുവിളികൾ ഉൾപ്പെടെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള നയപരമായ ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ 2 ദിവസമായി ഈ 12ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ രാജ്യത്തുള്ള മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുമായി ഓഫ് ദ റെക്കോർഡ് സംസാരിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഭരണ നേട്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ അജണ്ടയിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചയായിരിക്കും ഇന്ന് നടക്കുക. വൈകിട്ട് 3 മണി മുതൽ രാത്രി 9 മണി വരെ നീണ്ട ഒരു യോഗമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. പ്രവിത, ഹാഷ്മി. ശരി, അതാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ 12 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന യോഗം ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുക എന്നാണ് ബൽറാം നെടുങ്ങാടി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.